ജീവൻ നൽകി വകോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. വാഗ്ദാനത്തിലാകുന്നു പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലിലെ കർത്താവിനെ ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. ദുഷ്ടജനങ്ങൾ നീതിമാന്മാരുടെ ചെയ്യുന്ന അതുതാൻ ഞങ്ങൾക്ക് ഉത്ഥാനം കർത്താവേ അനുഗ്രഹിക്കണമേ. ൃതരെല്ലാരും പിന്നിൽ വിളങ്ങും പതനമൊടുണരാൻ പരമനുവേഗം വിധിയുടെ നാളിൽ വിജയപ്രഭയിലുണ്ടാകുന്നു പൊങ്ങി ൃതരെല്ലാരും പിന്നിൽ വിളങ്ങും. പരിചയമേർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ. കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? കർത്താവിൽ ഞാൻ ശരണപ്പെടും. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാപങ്ങൾ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ രക്ഷകരായി കടന്നുറക്കപ്പെടുകയും ദുഷ്ടജനങ്ങൾ നീതിമാനിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭം മുതൽ സജ്ജമാക്കപ്പെടുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ എളിയ സഹോദരനെ സ്വീകരിക്കണം. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം സജ്ജമാറാകട്ടെ ഇപ്പോഴും. സഹോദരനെ പ്രകാശിപ്പിക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. സർവചരാചര സൃഷ്ടാവേ, സർവരും അങ്ങയെ വാഴ്ത്തുന്നു. സർവേശ്വരനാം കർത്താവേ, സർവവരങ്ങളും ഏകണമേ. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. നിങ്ങൾക്കൊരിടമൊരുക്കാനാ പോകുന്നു ഞാൻ. മുൻപിലിതാ എങ്ങും വന്നിടുമല്ലോ ഞാൻ. ചേർത്തിടുമെന്നിൽ നിങ്ങളെ ആദ്യം മുതൽ എന്നേക്കുമാമേ. നാഥാപാപികൾ ഞങ്ങളിതാ വിശ്വാസമോടെ അണയുന്നു. പാപവിമോചനമേകണമേ, കരളിനു ശാന്തി പകർന്നിടണേ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ശംസിഹായുടെ പരിശുദ്ധ സുവിശേഷം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് എനിക്കും. കർത്താവേ, ഞാൻ അങ്ങയിൽ അഭയം തേടുന്നു. എന്നെ നിരാശനാക്കരുതേ. സ്വർഗത്തിലെ മാലാഖമാരോടും പരിശുദ്ധരായ നീതിമാന്മാരോടും കൂടെ ദൈവമേ സഹോദരനെയും നിത്യാനന്ദത്തിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. കർത്താവേ, ഞാൻ അങ്ങയിൽ അഭയം തേടുന്നു. എന്നെ നിരാശനാക്കരുതേ. നീതിമാനായ കർത്താവേ, അങ്ങ് എന്നെ രക്ഷിക്കണമേ. എന്റെ പ്രാർത്ഥന ചെവികൊള്ളുകയും പ്രത്യുത്തരമരുളുകയും ചെയ്യണമേ. നീതിമാനായ കർത്താവേ, അങ്ങ് എന്നെ രക്ഷിക്കണമേ. അങ്ങ് എന്റെ അഭയവും സഹായവുമാകുന്നു. എന്നെ പരിപാലിക്കണമേ. നീതിമാനായ കർത്താവേ, അങ്ങ് എന്നെ രക്ഷിക്കണമേ. അങ്ങ് എന്റെ ആശ്രയവും ബലവുമാകുന്നു. അങ്ങേ നാമത്തെ പ്രതി എന്നെ ആശ്വസിപ്പിക്കണമേ. നീതിമാനായ കർത്താവേ, അങ്ങ് എന്നെ രക്ഷിക്കണമേ. അങ്ങേ തൃക്കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. നീതിമാനായ കർത്താവേ, അങ്ങ് എന്നെ രക്ഷിക്കണമേ. വിശ്വസ്തനായ കർത്താവേ, അങ്ങ് എന്റെ രക്ഷകനാകുന്നു. നീതിമാനായ
കർത്താവേ അങ്ങനെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗത്തിലെ മാലാഖമാരോടും പരിശുദ്ധരായ നീതിമാന്മാരോടും കൂടെ ദൈവമേ സഹോദരനെയും നിത്യാനന്ദത്തിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ മരിച്ചുപോയ സഹോദരനെ നിത്യ സൗഭാഗ്യം ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനന്തമായ സ്നേഹത്താൽ ബിജുവിനെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, അങ്ങയുടെ തിരുശരീര രക്തങ്ങളാൽ പരിപുഷ്ടമായ ഈ ആത്മാവിൻ്റെ കടങ്ങളും പാപങ്ങളും ക്ഷമിച്ച് സ്വർഗരാജ്യത്തിലേക്ക് സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുത്ഥാനവും ജീവനുമായ മിശിഹായെ, ലാസറിന്റെ മരണത്തിൽ കണ്ണുനീർ ചിന്തിക്കൊണ്ട് ആ കുടുംബത്തെ അങ്ങ് ആശ്വസിപ്പിച്ചുവല്ലോ. ഈ കുടുംബത്തിൽ നിന്ന് വേർപെട്ടു പോയ പ്രിയപ്പെട്ടവനെ ഓർത്ത് ദുഃഖാർത്ഥനായിരിക്കുന്ന ഈ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ ചെറിയവരിൽ ഒരുവനെ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്നറിയിച്ചത് ദിവ്യനാഥ, മറ്റുള്ളവരിൽ അങ്ങയെ ദർശിച്ചുകൊണ്ട് അവർക്ക് നന്മ ചെയ്യുവാനും അതുവഴി അന്തിമവിധി നാളിൽ അങ്ങയുടെ വലതു ഭാഗത്ത് അണിനിരക്കുവാനും കൃപ ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കാരുണ്യവാനായ കർത്താവേ, മരണം മൂലം ഞങ്ങൾ ഇന്ന് വേർപെട്ടു പോയ സഹോദരനെ നിത്യശാന്തി നൽകണമേ. നായമിലെ വിധവയോട് അലിവ് തോന്നി അവരുടെ മകന് ജീവൻ പ്രദാനം ചെയ്ത മിശിഹായെ, പ്രിയപ്പെട്ടവൻ്റെ വേർപാട് ദുഃഖിതരായിരിക്കുന്ന ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കണമേ. അങ്ങയുടെ മരണത്തിൻ്റെ യോഗ്യതയാൽ ഞങ്ങൾക്ക് ജീവൻ പ്രദാനം ചെയ്ത കർത്താവേ, അവിടുന്ന് ചിന്തിയ തിരുരക്തത്താൽ ഈ ആത്മാവിൻ്റെ കറകൾ കഴുകിക്കളയണമേ. സ്വർഗത്തിൽ മാലാഖമാരോടൊപ്പം നിത്യവും അങ്ങയെ പാടിപ്പുകഴ്ത്തുവാൻ ഇദ്ദേഹത്തെ യോഗ്യനാക്കണമേ. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മരിച്ച വിശ്വാസികൾ ആത്മാക്കൾ ദൈവാനുഗ്രഹത്താൽ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ ശോമിശിഹാ കർത്താവിൻ്റെ വിലവിലാത്ത തിരുരക്തത്തെ കുറിച്ച് അവരുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എന്നേക്കും ആമേൻ. പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. സർവചരാചര സൃഷ്ടാവേ, സർവരും അങ്ങയെ വാഴ്ത്തുന്നു. നാം കർത്താവേ, സർവവരങ്ങളും ഏകണമേ. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. നിങ്ങൾക്കൊരിടം ഒരുക്കാനാ പോകുന്നു ഞാൻ. മുൻപിലിതാ എങ്ങും വന്നിടുമല്ലോ ഞാൻ. ചേർത്തിടുമെന്നിൽ നിങ്ങളെയും. ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. നശ്വരമാണീ അഖിലേശ നിത്യകുമാരകനീശോയെ, നിത്യനിരാമയ കർത്താവേ, നിത്യകിരീടം നൽകണമേ. ആദ്യം മുതൽ എന്നേക്കുമാമേ. നാഥാപാപികൾ ഞങ്ങളിതാ വിശ്വാസമോടെ അണയുന്നു. പാപവിമോചനമേകണമേ. കരളിനു ശാന്തി പകർന്നിടണേ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ശംശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവേൻ, എന്നിലും വിശ്വസിക്കുവേൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥലം ഒരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് ആ സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്ന ഞങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും എന്നരുളി ചെയ്ത കർത്താവേ, ഞങ്ങളുടെ ഈ സഹോദരൻ്റെ കടങ്ങളും പാപങ്ങളും പുറത്ത് നിത്യ സൗഭാഗ്യത്തിന് അശുദ്ധരായ നീതിമാന്മാരോടും കൂടെ ദൈവം ഈ സഹോദരനെയും നിത്യാനന്ദത്തിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. കർത്താവേ, ഞാൻ അങ്ങനെ അഭയം തേടുന്നു. എന്നെ നിരാശനാക്കരുതേ. നീതിമാന എൻ്റെ പ്രാർത്ഥന ചെവികൊള്ളുകയും പ്രത്യുത്തരം അരുളുകയും ചെയ്യണമേ.
അങ്ങയുടെ അഭയവും സഹായവുമാകുന്നു. എന്നെ പരിപാലിക്കണമേ. അങ്ങയുടെ ആശ്രയവും ബലവുമാകുന്നു. അങ്ങേ നാമത്തെ പ്രതി എന്നെ ആശ്വസിപ്പിക്കണമേ. അങ്ങേ തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. വിശ്വസ്തനായ കർത്താവേ, അങ്ങന്റെ രക്ഷകനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗത്തിലെ മാലാഖമാരോടും പരിശുദ്ധരായ നീതിമാന്മാരോടും കൂടി ദൈവം ക്ഷമിച്ച് സ്വർഗരാജ്യത്തിലേക്ക് സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പുനരുത്ഥാനവും ജീവനമായ മിശിഹായെ, ലാസറിന്റെ മരണത്തിൽ കണ്ണുനീർ ചിന്തിക്കൊണ്ട് ആ കുടുംബത്തെ അങ്ങ് ആശ്വസിപ്പിച്ചുവല്ലോ. ഈ കുടുംബത്തിൽ നിന്നും ഏർപ്പെട്ടു പോയ പ്രിയപ്പെട്ടവനെ ഓർത്ത് ദുഃഖാർത്തരായിരിക്കുന്ന ഈ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ ചെറിയവരിൽ ഒരുവനെ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്നല്ല ചെയ്ത ദിവ്യനാഥ്, മറ്റുള്ളവരെ അങ്ങേ ദർശിച്ചുകൊണ്ട് അവർക്ക് നന്മ ചെയ്യുവാനും അതുവഴി അന്തിമ വിധി നാളിൽ അങ്ങനെ വലതു ഭാഗത്ത് അണിനിരക്കുവാനും കൃപ ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കാരുണ്യവാനായ കർത്താവേ, മരണം മൂലം ഞങ്ങൾ വേർപ്പെട്ടു പോയ സഹോദരന് നിത്യശാന്തി നൽകണമേ. നായമേലെ വിധവയോട് അരുവ് തോന്നി അവളുടെ മകന് ജീവൻ പ്രദാനം ചെയ്ത മിശിഹായെ, പ്രിയപ്പെട്ടവന്റെ വേർപാട് ദുഃഖിതരായിരിക്കുന്ന ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കണമേ. അങ്ങയുടെ മരണത്തിന്റെ യോഗ്യതയാൽ ഞങ്ങൾക്ക് ജീവൻ പ്രദാനം ചെയ്ത കർത്താവേ, അവിടുന്ന് ചിന്തിയ തിരുരക്തത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകിക്കളയണമേ. സ്വർഗത്തിൽ മാലാഖമാരോടൊപ്പം നിത്യം അങ്ങയെ പാടിപ്പ് കഴുത്തുവാൻ ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മർത്യവിശ്വാസികളുടെ ആത്മാവുകൾ ദൈവാനുഗ്രഹത്താൽ സ്വർഗത്തിൽ പ്രവേശിക്കാനിടയാകട്ടെ. നിത്യപിതാവേ, ഈശോമിശിഹാ കർത്താവിന്റെ വിലതീരാത്ത രക്തത്തെ പ്രതി അവരോട് കരുണ കാണിക്കണമേ. നശ്വരമാണീ ജീവിതവും ലോകസുഖങ്ങളും അതുപോലെ മണ്ണിൽ തന്നെ ലയിച്ചിടും. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. മരണം ഒരു നാൾ വരുമല്ലോ, സമയം നമ്മൾക്കറിവില്ല. സത്കർമ്മങ്ങൾ ചെയ്തിടുവിൻ, നൽമരണത്തിനൊരുങ്ങിടുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിത്യപിതാവാം അഖിലേശ, നിത്യകുമാരകനീശോയേ, നിത്യനിരാമയ കർത്താവേ, നിത്യകിരീടം നൽകണമേ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നാഥാ, പാപികൾ ഞങ്ങളിതാ വിശ്വാസമോടെ അണയുന്നു. പാപവിമോചനമേകണമേ, കരളിനു ശാന്തി പകർന്നിടണേ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ശംശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിനെ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. നീതിമാനായ കർത്താവേ, അങ്ങ് എൻ്റെ ആശ്രയവും ബലവുമാകുന്നു. അങ്ങേ നാമത്തെ പ്രതി എന്നെ ആശ്വസിപ്പിക്കണമേ. അങ്ങേ തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. നീ കുടുംബത്തെ ആശ്വസിപ്പിക്കണമേ. അങ്ങയുടെ മരണത്തിന്റെ യോഗ്യതയാൽ ഞങ്ങൾക്ക് ജീവൻ പ്രദാനം ചെയ്ത കർത്താവേ, അവിടുന്ന് ചിന്തിയ തിരുരക്തത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകിക്കളയണമേ.
സ്വർഗത്തിൽ മാലാഖമാരോടൊപ്പം നിത്യവും അങ്ങയെ പാടി പുകഴ്ത്തുവാൻ ഇദ്ദേഹത്തെ യോഗ്യനാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാവുകൾ ദൈവാനുഗ്രഹത്താൽ മോക്ഷത്തിൽ പ്രവേശിക്കാനിടയാകട്ടെ. നിത്യപിതാവേ ശംശകർത്താവിന്റെ വിലമതിയാത്ത രക്തത്തെ പ്രതി അവരോട് കരുണ കാണിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാവുകൾ ദൈവാനുഗ്രഹത്താൽ സ്വർഗത്തിൽ പ്രവേശിക്കാനിടയാകട്ടെ. നിത്യപിതാവേ ഈശംശിയ കർത്താവിന്റെ വിലമതിയാത്ത രക്തത്തെ പ്രതി അവരോട് കരുണ കാണിക്കണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മരിച്ച വിശ്വാസികളുടെ ആത്മാവുകൾ ദൈവാനുഗ്രഹത്താൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഇടയാകട്ടെ. നിത്യപിതാവേ കർത്താവ് സ്നേഹമുള്ളവരെ, മരണം മൂലം നമ്മളിന്ന് വേറെ പിരിഞ്ഞു പോയ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. മാനുഷികമായ കുറവുകളും ബലഹീനതകളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ കാരുണ്യവാനായ ദൈവം അതെല്ലാം ക്ഷമിച്ച് അദ്ദേഹത്തെ സ്വർഗഭാഗ്യത്തിന് അർഹനാക്കി തീർക്കാനായി ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന അപ്പച്ചനും അമ്മച്ചിക്കും സഹോദരങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ഇടവകയുടെ പ്രാർത്ഥന പ്രത്യേകമായിട്ട് നേരുകയാണ്. നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാവുന്നത് അവർക്ക് വേണ്ടിയിട്ട് നന്നായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിലെ സഹനങ്ങളെ പ്രയാസങ്ങളെയൊക്കെ മറികടക്കാനുള്ള കൃപ ദൈവം അവരുടെ ജീവിതത്തിലേക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അനുദിന പ്രാർത്ഥനയിൽ ഈ കുടുംബത്തെ പ്രത്യേകമായി നമുക്ക് ഓർക്കാം. നമുക്ക് മൃതസംസ്കാര ശുശ്രൂഷയിലെ ഭവനത്തിലെ തിരുക്കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാം. അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമളസസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ അങ്ങ് ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളെ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ വീരുന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ നൃത്തത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര.
മനുഷ്യ ജീവിതം പുലിക്കുടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു, അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. മണ്ണിൽ നിന്നും ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാന വഴി നവീകരിക്കുന്നവനുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. എൻ്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീ അല്ലാതെ ആരെനിക്ക് ആശ്രയം, എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. എൻ്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കരുണയാ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാമിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. ആദിപിതാവാം മാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ, ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുടുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ, അന്തിമ ദിവസം ഉയർപ്പേകും. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യനമർത്യത പുണരുന്നു, ക്ഷയമുള്ളോനക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. ചിടകുലത്തിയവരെ സ്വീകരിക്കുന്നു. അമ്പരവീതിയിലഖിലേശൻ മിശിഹാരാജനെഴുന്നള്ളും. പരിശുദ്ധന്മാരണിയണിയായി എതിരേൽപ്പിന്നു നിരന്നീടും. ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടും അവരെല്ലാം. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എൻ്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ നിന്ന് മരിച്ചവരെ അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോട് കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവേ, എൻ്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥന നിൻ്റെ പക്കലെത്തട്ടെ. എൻ്റെ അപേക്ഷ നീ കേൾക്കണമേ.
വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്നവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയമെടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവൻ്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവൻ്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവെ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിൻ്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിൻ്റെ അപരാധങ്ങളും കടങ്ങളും രക്ഷിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്താനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിൻ്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസറിൻ്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്റെ ദാസൻ്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടയ്ക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുദീർഘനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. മരണം വരുമൊരു നാൾ ഓർക്കുക മധ്യാ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യ നീ എന്തിനു കരയുന്നു, വ്യാകുല മാനസനായി എന്തിനു നീറുന്നു. തിരമാലകളാൽ തിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പു ഞാൻ, പാവമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാധാൻ നിറയും പകയോടെ സതതമലട്ടുന്നു.
മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ പ്രത്യേക വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. എൻ്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതീനിക്കായി നൽകിയ വസതി, പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. ശാശ്വത ഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ, പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്രയിതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. പ്രാർത്ഥിപ്പതിനായി പരിപാവനമാം ദൈവിക ഭവനം പോകും നേരം, സ്നേഹാർദ്രതയാർന്നെൻ പ്രിയജനമേ, അനുദിനമലിവോടോർക്കണമെന്നേ. ഭൂമിയിൽ അവർ വിലപിക്കുന്നു, ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോരുന്നതമോർസ്ലേം പ്രാപിപ്പതിനായി. സ്നേഹമുള്ളവരെ, ഭവനത്തിലെ തിരുക്രമങ്ങൾ അവസാനിപ്പിച്ച് നമ്മൾ ദേവാലയത്തിലേക്ക് യാത്രയാവുകയാണ്. എല്ലാവരും വാഹനങ്ങളിൽ തന്നെയാണ് പള്ളിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് സഹകരിച്ച് എല്ലാവരും വാഹനങ്ങൾ തന്നെ പള്ളിയിലേക്കുള്ള യാത്രയിലുണ്ടാകണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ഭരതൻ്റെ ആത്മശാന്തിക്ക് വേണ്ടിയുള്ള തിരുക്രമങ്ങൾ ഈ വരുന്ന തിങ്കളാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാനയോട് അനുബന്ധിച്ചാണ്.
ആകാശം നിൻ പാർപ്പിടമല്ലോ, കരയും കടൽ നിറയും പോലെ നിന്നുടെ മാംസദിനങ്ങൾ കൈക്കൊണ്ടവരെ കൈവെടിയല്ലേ. എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ നീ കൈകൾ വെച്ചു. ദൈവം
അവിടുത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പവിത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യത്താൽ ഈ കബറിടം പവിത്രീകരിക്കണമേ. കുരിശ് വഴിയായി നമ്മെ രക്ഷിച്ച പുത്രനെ സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളത്തുമ്പോൾ പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പാപിനിക്ക് പ്രതി കൊടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണം. മാലാഖമാരോടുകൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണം. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നതിനുമായി കർത്താവേ, എന്നെ ഞങ്ങൾ ആരാധിക്കുകയും പോഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിടും വിധിയാൽ വാനവരാജ്യം നേടും മനുജന് ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. നിറയറ്റവനായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമോടു കല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. വരിക നിനക്കായി ആദി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥന് നിന്നിതു കേൾക്കും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. ദൈവത്തിന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. എന്തുകൊണ്ടെന്നാൽ എന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു. ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. എനിക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി. എന്റെ സന്നദ്ധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. എന്റെ പാപങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളയണമേ. എന്റെ കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ. പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഉയർപ്പിച്ച കർത്താവേ, മഹനീയമായ ദിനത്തിൽ നിന്നെ ദാസനെ വിളിക്കുന്നതിന്റെ വലത് ഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ ഈ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യപിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവ്, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർത്തിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യപിതാവും പരിശുദ്ധാത്മാവുമായ കർത്താവേ, അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്നെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പ് മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന അവസരത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത് നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യത്തിൽ നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വഴിമാറി കൊടുക്കണം. മറ്റവർ കൂടി വഴിമാറി കൊടുക്കാൻ ബാക്കിയുള്ളവർ
എന്റെ മാനമണി കെട്ടി ഞങ്ങള് പോവല്ലേ? വൈകുന്നേരം ആരെ വിളിക്കണ്ടാവാ?
ಈಗ